പേഴ്സൺ ടു പേഴ്സൺ ഇത് ഡിഫറെൻ്റ് ആയിരിക്കും ഒരു പ്രശ്നത്തിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി. എൻ്റെ ഒരു കഴിവായിരിക്കില്ല എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക്. അപ്പോൾ ആ സെയിം പ്രശ്നം വരുമ്പോൾ പുള്ളിക്കാരൻ അത് ഇല്ലെങ്കിൽ അത് സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യുമായിരിക്കും. പക്ഷേ എനിക്ക് ആ കഴിവുണ്ടാവണം എന്നില്ല. അപ്പം അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പിന്നെ പോസിറ്റീവായിട്ട് നിൽക്കുക എന്ന് പറയണത് അത് പറയാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. എപ്പോഴും അങ്ങനെ ആവണം എന്നില്ല. പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് നെഗറ്റീവ് തോട്ട്സ് വരാം. ഇപ്പം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അതായത് നമ്മൾ അത്രയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതായത് നമുക്കുണ്ടാവുന്ന പ്രശ്നം ഈ ഒരു കാരണം കൊണ്ടാണെങ്കിൽ നമ്മൾ ആ കാരണത്തിൽ നിന്ന് പിന്മാറി നിൽക്കുക. ഒരു പ്രശ്നം, അതായത് ഇപ്പം എനിക്കിങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പം എൻ്റെ ചെറുതിലേ തൊട്ട് ഉള്ള എൻ്റെ കുറച്ച് വിഷമങ്ങൾ, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ഈ പ്രശ്നത്തിന് മുമ്പ് വരെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പം ഈ പണ്ടത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇത് ട്രിഗർ ചെയ്യിക്കും. അപ്പം കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവാണ്ടാവും ആക്ച്വലി ഇതാണോ പ്രശ്നം, അതെയോ അതായിരുന്നു എൻ്റെ പ്രശ്നം എന്നുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ട്രിഗർ ചെയ്യിക്കുന്ന കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടെങ്കിൽ ഹീല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. അത് ചിലപ്പോൾ 1 വർഷമായിരിക്കാം, 2 വർഷമായിരിക്കാം. അതായത് അത് കഴിവതും ആ കംപ്ലീറ്റ് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പ്രശ്നം, പിന്നീടൊരു പ്രശ്നം വരുമ്പം ഈ പഴയ നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്നൊരു പ്രശ്നം നമ്മളെ അലട്ടില്ല. അതുപോലെ തന്നെ ഇപ്പം ഒരു സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്തെന്ന് ഓർത്തോണ്ടോ, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തെന്ന് ഓർത്തോണ്ടോ അതൊക്കെ നോർമലാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് ദാറ്റ്സ് ഓക്കെ. അത് ഓക്കെയാണ്, കുഴപ്പമില്ല. ഇത് നമുക്കൊരു പ്രശ്നം വരുമ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിയ്ക്കണത് എന്ന് വെച്ചുകൊണ്ട് നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയോ, ഇല്ലെങ്കിൽ ഇപ്പം എൻ്റെയൊക്കെ വീട്ടിൽ ഞാനിങ്ങനെ സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ പോകുന്നു, കൗൺസിലിങ്ങിന് പോകുന്നു എന്നൊക്കെ കേൾക്കുമ്പം എൻ്റെ അമ്മയാണേലും പപ്പയാണേലും ആരോടും പറയണ്ട, അങ്ങനെ എന്താ പറയുക, ആ ഒരു സാധനം ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. പക്ഷെ അത് ഓക്കെ, കുഴപ്പമില്ല. ഇപ്പം നമുക്കിങ്ങനെ ഒരു പ്രശ്നം വന്നുപോയി എന്ന് വെച്ചുകൊണ്ട് നമ്മൾ മാറ്റി നിർത്തപ്പെടേണ്ടവരോ, ഇല്ലെങ്കിൽ സമൂഹം നമ്മളെ എങ്ങനെ ഉറ്റുനോക്കുന്നു എന്നതിൽ എനിക്കത്രയും പേടിയില്ലാത്ത ഒരാളാണ്. അപ്പം അതുകൊണ്ട് അതിലും നമ്മൾ കുഴപ്പമില്ല, പറയണവർ പറയട്ടെ. കഴിവതും നല്ല ഗ്രൂപ്പിലായിരിക്കാൻ ശ്രമിക്കുക. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ കാലിലെയും കയ്യിലെയും വിരലിൽ എണ്ണാവുന്നതിൽ കൂടുതൽ ആൾക്കാർ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. എനിക്ക് ഈ പ്രശ്നം വരുമ്പം ത്രൂ ഔട്ട് കരച്ചിലായിരിക്കും. അപ്പം ഞാൻ ഓർക്കും, ദൈവം ഇത് ഇന്ന് മാറുമോ, നാളെ മാറുമോ, നാളത്തെ കഴിഞ്ഞ് മാറുമോ എന്നൊക്കെ ഞാനിങ്ങനെ ഓർക്കും. ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഇറക്കം ഉണ്ടെന്നൊക്കെ എല്ലാവരും പറയുന്നത് പോലെ ഇതെന്നായിരിക്കും എൻ്റെ ഇറക്കം എന്ന് ഞാനിങ്ങനെ വിചാരിക്കും. പക്ഷേ അത് ഒരു പ്രോസസ്സാണ്. സ്റ്റിൽ ഞാനിപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോഴും മെഡിക്കേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും കൺസൾട്ടേഷനിലാണ്, ഇപ്പോഴും തെറാപ്പീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്.